നമസ്കാരം. ജനറൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവാനന്ദം പദ്ധതി ശമ്പളവും പെൻഷനും കവർന്നെടുക്കുവാനുള്ള സർക്കാരിൻ്റെ ഗൂഢപദ്ധതിയാണെന്ന് കേരള NGO അസോസിയേഷൻ. പ്രതിഷേധ ഭാഗമായി NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം 29-ാം തീയതി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മേഖലയിൽ സർക്കാർ ഒരു പുതിയ പദ്ധതി, ക്ഷേമ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നു എന്ന രീതിയിൽ ഈ സംസ്ഥാനത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർവീസിൽ ജീവനക്കാരും അധ്യാപകരും തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ 2% ക്ഷാമബത്ത അനുവദിച്ചു. ആ അനുവദിച്ചതിന് 2021 ജൂലൈ മുതലുള്ളതാണ്. അതിന്റെ കുടിശ്ശിക 39 മാസത്തെ കുടിശ്ശിക അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ക്ഷാമബത്ത സമ്മർദ്ദം മൂലം അനുവദിക്കേണ്ടി വന്നത് 2%. 19% കുടിശ്ശിക നിൽക്കുന്നു. അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നത് നിഷേധിച്ചു. കാര്യം വളരെ വ്യക്തമാണ്. ആളുകളാണ് 16,500 പേര് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന അഡീഷണൽ സെക്രട്ടറിയും ഡെപ്യൂട്ടി കളക്ടറും RDOയും അടക്കമുള്ള ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ പകരം ദിവസക്കൂലിക്ക് ആളിനെ വെക്കാമെന്ന് പറഞ്ഞ ആ വലിയ മനസ്സുണ്ടല്ലോ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അരച്ച് കലക്കി കുടിച്ചവർക്ക് പോലും ദഹിക്കാത്ത ആ പ്രത്യയശാസ്ത്രം, അതെല്ലാം മടക്കി കൂട്ടി അങ്ങ് പോക്കറ്റിലിട്ടിരുന്നാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സർക്കാർ സർവീസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാതാക്കപ്പെട്ടാൽ ഇവിടെ ഒരു കൂലി വ്യവസ്ഥ, ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു കൂലി വ്യവസ്ഥ ഇല്ലാതാവുകയാണ്. ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു അരാജകത്വം വാരി ഇവിടെ വിളമ്പുകയാണ്. മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ ഏത് നിമിഷവും നിങ്ങൾക്കെതിരെ തിരിയാൻ അവരവിടെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ട. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പെട്ടെന്ന് ഈ ഉത്തരവ് വന്നതിന്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഒരു മാർച്ചാണ്. ഈ മാർച്ചിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായ ജീവനക്കാരെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദനങ്ങൾ. നോർത്ത് ജില്ലാ പ്രസിഡന്റ് RS പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷാബർ ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി VL രാകേഷ് കമൽ, സൗത്ത് ജില്ലാ പ്രസിഡന്റ് VS രാകേഷ്, TO ശ്രീകുമാർ, MS അജിത് കുമാർ, VG പ്രദീപ് എന്നിവർ സംസാരിച്ചു. നഗരം നരകം, സർക്കാരെ കണ്ണു തുറക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി CMB സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CMB തിരുവനന്തപുരം ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം CMB സംസ്ഥാന സെക്രട്ടറി MB സാജു ഉദ്ഘാടനം ചെയ്തു. CMB തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MR മനോജ്, നഗരസഭ പ്രതിപക്ഷ നേതാവ് പത്മകുമാർ, പാർട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PG മധു, ഉഴമലയ്ക്കൽ ബാബു, ചന്ദ്രവല്ലി, KMF സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR സിനി, ഏരിയ സെക്രട്ടറിമാരായ വിനോദ് കുമാർ K, പേയാട് ജ്യോതി, വിശ്വനാഥൻ, അരുൾകുമാർ, കരുവളം മുരുകൻ, KSYF സംസ്ഥാന പ്രസിഡന്റ് ശ്രീകണ്ഠൻ, DSF സംസ്ഥാന സെക്രട്ടറി നാൻസി പ്രഭാകർ എന്നിവർ പങ്കെടുത്തു.